നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ 340ാമത്തെ എപ്പിസോഡാണിത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത കാഥികൻ ശ്രീ ഐലം ഉണ്ണികൃഷ്ണനെ കുറിച്ചിട്ടാണ്. എങ്ങനെയോ എന്തോ ഓർമ്മകളുടെ മണ്ഡലത്തിൽ അദ്ദേഹം പെട്ടെന്ന് കയറി വന്നത് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞ മാർച്ച് 22-നാണ്. അറിയില്ല അതിൻ്റെ പിന്നാമ്പുറ രഹസ്യങ്ങൾ. പക്ഷേ അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ മനസ്സിൽ ഒരു വലിയ അനുഭവമാണ് നിങ്ങളോട് പറയാനുള്ളത്. ആദ്യമേ തന്നെ പറയട്ടെ, ആരെയും ഇകഴ്ത്തി പറയണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. പക്ഷേ ഇദ്ദേഹവുമായിട്ടുള്ള ഒരു അനുഭവം ഇന്നും ഒരു നീറുന്ന ഓർമ്മയാണ്. അതെന്തെന്ന് വെച്ചാൽ, എത്രയോ വർഷങ്ങൾക്ക് മുൻപാണ് കോളേജ് പഠനകാലത്ത് തമ്പാനൂരിൽ നേതാജി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട്. അതിലെ മെമ്പറായിരുന്നു ഞാൻ. ആ ഇടയ്ക്കാണ് ചെറുപ്പക്കാരുടെ മനോവ്യാപാരത്തെ അളന്നു നോക്കുന്ന പല പല സംസാരങ്ങളും പല പല കമ്പനികളും പല പല പ്രവർത്തന ശൈലികളുമൊക്കെ മൂലം ഞങ്ങളൊരു കുറച്ച് പേർ ചേർന്ന് വേറൊരു ക്ലബിന് രൂപം കൊടുത്തു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ടാഗോർ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ്ബ് അങ്ങനെ എന്തോ ആണ്. അതിൽ എനിക്കറിയാവുന്ന ശ്രീകണ്ഠൻ നായർ എന്ന് പറഞ്ഞ ഒരു വ്യക്തി, കൃഷ്ണൻകുട്ടി, തിരുവല്ലത്തുള്ള ഹരികുമാർ, ഗോവിന്ദൻ, അങ്ങനെ തുടങ്ങിയൊരു 10-50 പേർ, 10-50 ചെറുപ്പക്കാർ ഉള്ള ഒരു പുതിയ സംഘടനയ്ക്ക് രൂപം കൊടുക്കുകയും അതിൻ്റെ 1-ാം വാർഷികം ഗംഭീരമായി നടത്തണം എന്നാഗ്രഹിച്ച് ഞങ്ങൾ പ്ലാൻ ചെയ്യുകയും നോട്ടീസ് അടിക്കുകയും പിരിവിനുള്ള ടിക്കറ്റൊക്കെ അടിക്കുകയും അങ്ങനെ ഒരു 3-4 മാസത്തെ അശ്രാന്ത പരിശ്രമമാണ്. ഇന്ന് തമ്പാനൂരിൽ ഉള്ള ഹോട്ടൽ പ്രസിഡൻറ്റ് നിൽക്കുന്ന ആ സ്ഥലത്താണ് ഒരു വലിയ സ്റ്റേജ് ഞങ്ങൾ കെട്ടുകയാണ്. ഇപ്പോൾ പരിപാടിയും പ്രോഗ്രാമിനെ പറ്റിയിട്ടുള്ള ചിന്തകളും ഡിസ്കഷൻസും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കുറേ പേർ ആദ്യം പൊതുയോഗം, അതിലേതെങ്കിലും സിനിമാ നടന്മാരും എഴുത്തുകാരും മറ്റുള്ളവരൊക്കെ പങ്കെടുക്കുന്നൊരു ഗംഭീര പ്രോഗ്രാം. അതിനുശേഷം ഇദ്ദേഹത്തിൻ്റെ കഥാപ്രസംഗം, അതിനുശേഷം ക്ലബിലെ അംഗങ്ങളെല്ലാം കൂടെ അവതരിപ്പിക്കുന്നൊരു നാടകം. ഇങ്ങനെയാണ് പ്രോഗ്രാം ഫിക്സ് ചെയ്ത് ഏകദേശം പ്രോഗ്രാം കഴിയുമ്പോൾ ഏകദേശം രാത്രി 12-1:30 മണിയാവും. അങ്ങനെ ഞങ്ങൾ കളക്ഷനൊക്കെ നടത്തി കുറേയധികം കാശൊക്കെ ഉണ്ടാക്കി വലിയ ഗംഭീരമായിട്ടൊരു സ്റ്റേജും കർട്ടനും മൈക്ക് സെറ്റും എല്ലാം റെഡിയാക്കി ഐലം ഉണ്ണികൃഷ്ണനെ പോയി കണ്ട് അദ്ദേഹത്തിന് പ്രോഗ്രാം നടത്തുന്നതിനുള്ള അഡ്വാൻസുമൊക്കെ കൊടുത്ത് ഞങ്ങൾ മടങ്ങുകയാണ്. ദ്രുതഗതിയിൽ ഓരോ കാര്യങ്ങൾ നീങ്ങുമ്പോഴും രാവും പകലും ഉറക്കമുളച്ചുള്ള പരിശ്രമങ്ങളാണ്. നാടകത്തിൻ്റെ റിഹേഴ്സൽ ഒരു വശത്ത്, ആരെയൊക്കെ വിളിക്കണം, ഏതൊക്കെ താരത്തെ വിളിച്ചാൽ വരും, അങ്ങനെയൊക്കെയുള്ള ഒരു സെക്ഷൻ വേറെ. കാട് പിടിച്ച് കിടക്കുന്ന ആ പ്രതലം കംപ്ലീറ്റ് രാവും പകലും നിന്ന് വെട്ടിമാറ്റി കാടും മടലെല്ലാം ഒരു വശത്ത് വാരിയിട്ട് തീ കത്തിച്ച്, അങ്ങനെ ഇതെല്ലാം പറയുന്നത് ഒരു 2 മാസത്തെ അശ്രാന്ത പരിശ്രമത്തിനൊടുവിലാണ് ഈ പരിസമാപ്തി. അങ്ങനെ ഓവർബ്രിഡ്ജിലുള്ള ശ്രീ ഐലം ഉണ്ണികൃഷ്ണൻ്റെ മുറിയിൽ, അന്ന് MGM ലോഡ്ജ് എന്നോ മറ്റോ ആണ് അതിൻ്റെ പേര്, അതിൽ അവിടെ പോയി ഞാനും എന്നോടൊപ്പമുള്ള സഹപ്രവർത്തകരും കൂടെ ചെന്ന് അദ്ദേഹത്തെ കണ്ട് സംസാരിക്കുന്നു. ഞങ്ങളുടെ ക്ലബിൻ്റെ വാർഷികത്തിന് ഒരു കഥാപ്രസംഗം അവതരിപ്പിക്കണം. അന്നൊരു വലിയ തുകയാണ് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞത്. അങ്ങനെ
കുറച്ച് പൈസ അഡ്വാൻസ് എല്ലാം കൊടുത്തു. അന്ന് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആർക്കും ജോലിയില്ല. എല്ലാവരും പഠിക്കുകയും ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരാണ്. അദ്ദേഹത്തെ കാശെല്ലാം കൊടുത്തിട്ട് പറഞ്ഞു ബാലൻസ് തുക ഒരു 1500 രൂപയ്ക്ക് അടുപ്പിച്ച് വരും. അന്ന് 10 രൂപ ഉണ്ടാക്കാനുള്ള പ്രയാസം വളരെ വലുതാണ്. ആ സ്ഥലത്താണ് 1500 രൂപയുടെ പ്രശ്നങ്ങൾ വരിക. എന്നാലും സുഹൃത്തുക്കളോടും അടുത്തുള്ള വീട്ടുകാരോടും അവരോടും ഇവരോടും എല്ലാം കയറിറങ്ങി ചേച്ചി ചേട്ടാ എന്നൊക്കെ വിളിച്ച് കുറേയധികം കാശൊക്കെ ഉണ്ടാക്കിയ സ്റ്റേജും കാര്യങ്ങളും എല്ലാം റെഡിയായി. യോഗമെല്ലാം കഴിഞ്ഞു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കഥാപ്രസംഗമാണ്. അപ്പോൾ ഞങ്ങളുടെ വീടിനടുത്തുള്ള തങ്കം ചേച്ചി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു വ്യക്തിത്വമാണ്. അവർ കാലവേനിക്കുള്ളിൽ മറഞ്ഞു. അവരും കൃഷ്ണൻകുട്ടി എൻ്റെ അടുത്ത സുഹൃത്താണ്. അദ്ദേഹത്തോട് ഇന്നലെ വിളിച്ച് ചോദിച്ചിരുന്നു ആ സംഘടനയുടെ പേര് എന്താണെന്ന് ഓർമ്മയുണ്ടാവുന്നത്. അങ്ങനെ അവിടെയുള്ള എല്ലാവരുമായി നല്ല ചങ്ങാത്തമുള്ളതുകൊണ്ട് എല്ലാവരോടും പറഞ്ഞു സംസാരിച്ചു. രാത്രി ഒരു 8 മണി ആയി കാണും. യോഗമെല്ലാം കഴിഞ്ഞ് പ്രോഗ്രാം തുടങ്ങാൻ സമയത്തും കയ്യിൽ കാശെത്തിയിട്ടില്ല ബാക്കി കൊടുക്കാൻ. അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കുത്തബ് മിനാർ എന്നുള്ള കഥയാണ് അദ്ദേഹം അവിടെ അവതരിപ്പിക്കാമെന്ന് ഏറ്റതെന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെ രാത്രി ഒരു 8:30 ഞങ്ങൾ എല്ലാ വിധത്തിലും ശ്രമിച്ചിട്ടും കാശ് ശരിയാവുന്നില്ല. ഏതെങ്കിലും തരത്തിലൊരു 1000 രൂപ ഒപ്പിക്കാനുള്ള പരിശ്രമത്തിൽ ശ്രമം നടത്തിയിട്ടും നടക്കുന്നില്ല. അങ്ങനെ എൻ്റെ കയ്യിൽ കിടന്ന 2-3 ഗ്രാമിൻ്റെ ഒരു മോതിരം കൊണ്ടുപോയി ചാലയിലെ അയ്യപ്പ ചിട്ടി ഫണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥാപനമുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് തവണ പോകേണ്ടി വന്നിട്ടുള്ളൊരു സ്ഥാപനം കൂടിയാണ്. അവിടെ ചെന്ന് ഇത് പണയം വെച്ച് കുറച്ച് കാശ് വാങ്ങി കൊണ്ടു കൊടുക്കാം എന്ന് വെച്ചപ്പോഴും അതൊരു 800 അന്നത്തെ ഇതനുസരിച്ച് 1,800 രൂപയ്ക്ക് അടുപ്പിച്ചേ കിട്ടൂ. എന്തായാലും അത് വെച്ച് ആ പൈസയും കൂടെ കൊണ്ടുവന്ന് ഇദ്ദേഹത്തിന് കൊടുത്തു. അദ്ദേഹം പറഞ്ഞു മുഴുവൻ കാശ് കയ്യിൽ കിട്ടാണ്ട് ഞാൻ സ്റ്റേജിൽ കയറില്ല. ഞാൻ പറഞ്ഞു, ഞങ്ങളോടൊപ്പമുള്ള സഹപ്രവർത്തകർ പറഞ്ഞു, എല്ലാവരും പറഞ്ഞിട്ടും അദ്ദേഹം വഴങ്ങുന്നില്ല. എന്ത് ചെയ്യും? മുറിയിൽ ഞങ്ങളുടെ കൂട്ടുകാരും ഇവരെല്ലാം കൂടെ ഇരുന്ന് ചിന്തിക്കുകയാണ്. പലരോട് കാശ് വായ്പ ചോദിച്ചിട്ടും നിങ്ങൾക്ക് ഇങ്ങനെ കാശ് തരൂടെ? ജോലി തൊഴിലില്ലാണ്ട് വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? ഞങ്ങൾക്കൊന്നും തരാൻ പറ്റില്ല. തന്നു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ തിരിച്ചു തരും? എന്താണ് അതിന് ഗ്യാരണ്ടി വല്ലതും തരാനുണ്ടോ? വല്ല സ്വർണ്ണമോ മാലയോ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചവരുമുണ്ട്. പക്ഷെ നമ്മുടെ വാശി അതല്ലല്ലോ, രക്തത്തിളപ്പല്ലേ. പ്രോഗ്രാം നടത്തിയാവൂ എന്നുള്ള രീതിയിൽ കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും ആ ചെറിയ തുക കൊടുക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഈ കഥാപ്രസംഗം കഴിഞ്ഞിട്ട് വേണം നാടകം. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള റിഹേഴ്സലും കാര്യങ്ങളും മാസങ്ങളായിട്ട് നടക്കുകയാണ്. എന്ത് ചെയ്യും എന്നിങ്ങനെ തലപുകഞ്ഞ് ചിന്തിച്ച് വശമായി ഇരിക്കുമ്പോൾ നമ്മുടെ 1-2 സ്നേഹിതന്മാർ പറഞ്ഞു, നമുക്കിത് വേണ്ടെന്ന് വെച്ച് ഒഴിവാക്കിയാലോ? അപ്പോൾ അത് അന്തസ്സിൻ്റെ പ്രശ്നമാണ്. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള കുറേ പേർ മറ്റേ ക്ലബിലാണ്. അപ്പോൾ അവർക്കൊരു വലിയൊരു വിജയമാണല്ലോ. ആ പുരയിടം നിറച്ച ആ സ്റ്റേജിൻ്റെ മുന്നിൽ 100 കണക്കിന് ആൾക്കാർ ഇദ്ദേഹത്തിൻ്റെ കഥ കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അങ്ങനെ ഞാൻ സംസാരിച്ചു. അവിടെയുള്ള എൻ്റെ സുഹൃത്തുക്കൾ സംസാരിച്ച് പലരും സംസാരിച്ചിട്ടും ഒരു വിട്ടുവീഴ്ചയ്ക്കും അദ്ദേഹം തയ്യാറായില്ല എന്നുള്ളതാണ് വാസ്തവം. ഒടുവിൽ നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ശരി, എൻ്റെ വിശ്വാസമാണ്, അത് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവണമെന്ന് എനിക്ക് നിബന്ധനയൊന്നുമില്ല. ഞാൻ സങ്കടം കൊണ്ട് വിഘ്നേശ്വര, ഒരു ഭയങ്കര മഴ പെയ്തിരുന്നുവെങ്കിൽ ഈ പ്രോഗ്രാം നടക്കത്തുമില്ല. മഴയത്ത് അനുവരുന്ന കഥാപ്രസംഗം കേൾക്കില്ലല്ലോ, അതിൽ നിന്നും രക്ഷപ്പെടാമായിരുന്നു എന്ന് ഹൃദയം നൊന്ത് വിളിച്ചു എന്ന് വേണം പറയാൻ. ദൈവവിശ്വാസം നിങ്ങൾക്കുണ്ടോ എനിക്കുണ്ടോ എന്നുള്ളതല്ല, ഞാൻ ദൈവവിശ്വാസിയാണ്. പക്ഷേ എൻ്റെ വിശ്വാസമായിരിക്കാം ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ
മാസങ്ങളോളം മഴ പെയ്യാതിരുന്ന അവിടെ ഇടിയും മിന്നലോടുകൂടി ഭയങ്കര ഒരു മഴ, ഒരു 10-25 മിനിറ്റോളം തകർത്ത് പെയ്യുന്ന മഴ. ശരിക്കും ഞാൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ്. മറ്റുള്ളവരുടെ മുന്നിലൊന്നും കാണിച്ചില്ലെങ്കിലും എല്ലാവരും വിഷമിച്ച് നിൽക്കുകയാണെങ്കിലും എൻ്റെ ഉള്ളിൽ സന്തോഷത്തിൻ്റെ ഇതാണ്. വെറും 800 രൂപയെ ബാലൻസ് കൊടുക്കാനുള്ളൂ. ഒടുവിൽ ഞാൻ അവിടെ ചെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു, വളരെ വികാരാധീനനാണെങ്കിലും അതൊന്നും പുറമേ കാണിക്കാൻ ഞാൻ പറഞ്ഞു, എന്തായാലും ഇനി മഴയത്ത് പ്രോഗ്രാം നടത്താൻ കഴിയില്ലല്ലോ, ഉണ്ണികൃഷ്ണൻ പൊയ്ക്കോളൂ, ഉണ്ണികൃഷ്ണനും ട്രിപ്പും പൊയ്ക്കോളൂ, ഞങ്ങൾ കാർ അറേഞ്ച് ചെയ്ത് തരാം. ഇവിടെ നിന്ന് 2 ചുവടേ ഉള്ളൂ, ഞങ്ങൾ പരിപാടി നടത്തുന്ന അവിടെ നിന്നും 10 മിനിറ്റ് നടന്നു പോകാൻ ദൂരമുള്ളൂ. എങ്കിലും ആ മാന്യതയും ആ അന്തസ്സും നമ്മൾ പാലിക്കണമല്ലോ. കാറിൽ കയറ്റി അവിടെ കൊണ്ടുവിടാം. എന്തായാലും പ്രോഗ്രാം ക്യാൻസൽ. എന്തായാലും നിങ്ങളുടെ പ്രോഗ്രാമിന് തന്ന അഡ്വാൻസ് തുകയും ഈ ഇപ്പോൾ തന്ന പൈസയും നിങ്ങൾ എടുത്തോളൂ. ഞങ്ങൾക്ക് പരാതിയും പരിഭവവും ഒന്നുമില്ല. പക്ഷേ ഞങ്ങളുടെ മനസ്സ് കുറച്ച് നീറി. അത് എൻ്റെ രീതിയും എൻ്റെ സ്റ്റൈലും ഇതാണ്. ഒരുപാടടുത്ത് എനിക്ക് കാശ് കിട്ടാണ്ട് മടങ്ങേണ്ടി വന്നിട്ടുണ്ട്. അതെന്തായാലും എനിക്ക് പറ്റില്ല. നമ്മൾ കുഴപ്പമില്ല, ഇനി നമ്മൾ അങ്ങനെ ഒരു സംസാരത്തിൻ്റെ ആവശ്യം ഇവിടെ വരുന്നില്ലല്ലോ. നിങ്ങളുടെ അഡ്വാൻസ് തുകയും വേണ്ട, ഞങ്ങളിപ്പോൾ തന്ന തുകയും വേണ്ട. പിന്നെ ബാക്കി ഒരു 100-800 രൂപയുടെ പ്രശ്നങ്ങളല്ലേ ഉള്ളൂ. അത് നാളെയോ മറ്റന്നാളോ എന്തായാലും കൊണ്ടെത്തിക്കാം. നിങ്ങൾ കാറിൽ കയറും എന്ന്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലുള്ള തബലിസ്റ്റും മറ്റുള്ളവരെല്ലാം കൂടി ഇറങ്ങി വന്നു ഒരു ചർച്ചയ്ക്ക്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞ ഒരു മറുപടി ഇതാണ്: കാലം കരുതലുള്ളതാണ്. നിങ്ങളിവിടെ ഇന്ന് പ്രോഗ്രാം അവതരിപ്പിച്ചില്ല എന്ന് പറഞ്ഞിട്ട് വിഷമം, കുറേയധികം വിഷമിച്ചു. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് 1.5 മാസമായിട്ട് മഴ പെയ്യാത്തടത്ത് ഭയങ്കരമായ ഇടിവെട്ടലോടുകൂടി ഒരു മഴ പെയ്തപ്പോൾ പ്രോഗ്രാം നടത്താനും കഴിയില്ല. അവിടെ കൂടിയിരുന്ന കംപ്ലീറ്റ് ആൾക്കാരെ പോയി. ഇദ്ദേഹത്തെയും ആൾക്കാരെയും കയറ്റി ഞാനും കയറി ഓവർബ്രിഡ്ജിലുള്ള MGM ലോഡ്ജിൽ അദ്ദേഹത്തെ കൊണ്ടുവിട്ടു. ഇറങ്ങാൻ നേരം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ക്ഷമിക്കുക, ജോലിയും തൊഴിലില്ലാത്ത കുറച്ച് പേരുടെ ഒരു വല്ലാത്ത പരിശ്രമമായിരുന്നു. കലാകാരന് എപ്പോഴും കുറച്ച് ദയയും കുറച്ച് കാരുണ്യവും ഒക്കെ ഉണ്ടാവണം. നിങ്ങളോട് ദയ കാണിക്കാനും കാരുണ്യം കാണിക്കാനും ഞാനാണ്. എനിക്ക് പറ്റില്ല. ഞാൻ സ്റ്റേജിൽ കയറണമെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞുറപ്പിച്ച തുക കിട്ടേണ്ടതായിരുന്നു. നമ്മൾ ഇനി കൃഷ്ണൻ അതേ പറ്റിയിട്ട് നമ്മൾ സംസാരിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ലല്ലോ, കഴിഞ്ഞു പോയി. നിങ്ങളുടെ കഴിവിനെയും നിങ്ങളുടെ ആത്മാർത്ഥതയൊക്കെ ഞാൻ പ്രശംസിക്കുന്നു. വരട്ടെ, നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ നിങ്ങളുടെ ബാലൻസ് തുക കൊണ്ടുതരാം. അടുത്ത ദിവസം തന്നെ ബാലൻസ് തുകയും അദ്ദേഹത്തിന് കൊടുത്തു. ആ പരിപാടി നടന്നില്ല. തിരികെ വന്നപ്പോൾ ഉണ്ടായ സന്തോഷം ഒരു ലോട്ടറി അടിച്ചതിനെക്കാട്ടിയും വലുതായിരുന്നു. കാരണം ആ പരിസരത്തെങ്കിലും ഒരു മനുഷ്യൻ പോലുമില്ല. ആകാശത്ത് മഴമേഘങ്ങൾ കൂടുമ്പോൾ തമ്പാനൂർ വെള്ളത്തിനടിയിലാണ്. അന്നും സ്ഥിതി അത് തന്നെ, ഇന്നും സ്ഥിതി അത് തന്നെ. കാലങ്ങൾ ഒത്തിരി കടന്നു പോയിരിക്കുന്നു. ഞാൻ ജനിച്ചു വളർന്ന മണ്ണിലെ വിവരം എനിക്ക് നന്നായി അറിയാമല്ലോ. ഇന്നും ചെറുതായി ഒന്ന് മഴ പെയ്താൽ കുറേ വെള്ളം പോകും, കുറേ വെള്ളം പോകാണ്ട് കെട്ടിക്കിടക്കും. അങ്ങനത്തെ ഒരവസ്ഥ തന്നെയാണ്. വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കുറേ കെട്ടിടങ്ങളും കുറേ ഹോട്ടലുകളും കാര്യങ്ങളും ഒക്കെ വന്നുവെങ്കിലും മഴ പെയ്താൽ കുളം തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതാരുടെയും തെറ്റല്ല. ഇത് താഴ്ന്ന ഭൂമിയാണ്, മറ്റുള്ളിടത്തെല്ലാം ഉയർന്ന ഭൂമിയാണ്. അവിടുത്തെ വെള്ളമൊക്കെ കൂടെ ഇവിടെ വന്ന് അടിയുന്നു. പിന്നെ ദിവസങ്ങൾ കഴിയുമ്പോൾ അത് ഒഴുകിപ്പോകുന്നു. അത് ഒരു പരിസ്ഥിതി പ്രശ്നം കൂടെയാണ്. അതേ പറ്റിയിട്ടൊന്നും ഞാൻ പറയുന്നില്ല. അന്ന് ഞങ്ങൾ അദ്ദേഹത്തെ കൊണ്ടുവിട്ടിട്ട് ആ കാറിനുള്ള ടാക്സി കൂലിയും കൊടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് നടക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ എതിർ ടീമിലുള്ളവരെല്ലാം പറഞ്ഞു, നിങ്ങളുടെ പ്രോഗ്രാം കാണാൻ വേണ്ടി ഞങ്ങൾ റെഡി ആയിട്ടിരിക്കില്ല. ഞാൻ പറഞ്ഞു, മഴ വന്നു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ കാണാൻ പറ്റും? അത് ശരിക്കും വിഘ്നേശ്വരൻ്റെ പ്രാർത്ഥന തേങ്ങ ഉടച്ചാണ്, അല്ലെന്നുണ്ടെങ്കിൽ മഴ വരുമോ? ഞങ്ങൾ എന്തായാലും ഇത് കണ്ടിട്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ നിന്നത്. പിന്നെ അപ്പോൾ ഉള്ളിൽ ചിരിക്കുകയും സങ്കടപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ ഞാനിന്ന് എങ്ങനെ കൂട്ടത്തിലുള്ളവർ പറഞ്ഞു, വലിയ വർത്തമാനങ്ങളൊന്നും പറയണ്ട. ഞങ്ങളിപ്പോൾ പ്രോഗ്രാം നടത്തുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും?
12 മണിയായാലും മഴ നിൽക്കുമെന്ന് തോന്നുന്നില്ല, വീണ്ടും മഴ പെയ്യുകയാണ്. സത്യം അപ്പോഴുണ്ടായ ആഹ്ലാദം പറഞ്ഞറിയിക്കാൻ വയ്യ. ഭഗവാനെ എന്ന് താണു വീണ് വിളിച്ചു. എന്നിട്ട് ഞങ്ങൾ വരുമ്പോൾ ഒരു ശവപ്പറമ്പ് മാതിരി കിടക്കുകയാണ്. സ്റ്റേജ് കെട്ടാനും അവിടുത്തെ ആ പുരയിടത്തിലെ കംപ്ലീറ്റ് പഴകിയ മരങ്ങളും ഇതെല്ലാം വെട്ടി തീയിടാനും ശബ്ദം വിളിച്ചോണ്ട് തന്ന അവർക്ക് കാശ് കൊടുക്കാനും എല്ലാം ഒരു മിനിറ്റ് കൊണ്ട് എല്ലാം ഇല്ലാതായി. മറ്റുള്ളവർക്കെല്ലാം കൊടുക്കേണ്ട കാശെല്ലാം കൊടുത്ത് ഞങ്ങൾ 6-7 പേർ, ഞാനും ഹരിയും ബാബുവും, അങ്ങനെ കുറേ പേർ, വളരെ ആരോ മരിച്ചാൽ ഉണ്ടാകുന്നൊരു ഫീലിങ്സ് പോലെ സ്റ്റേജിലെ തറയിൽ കിടക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാട്ടമില്ലാതെ 2, 2:30, 3:30 മണി കഴിഞ്ഞപ്പോൾ സ്റ്റേജിൽ നിന്നും ഒലിച്ചിറങ്ങുന്ന മഴവെള്ളവും സൗണ്ട് ആൻഡ് ബോക്സും അതെല്ലാം എടുത്തവർ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകുന്നതും ഒക്കെ കണ്ട് നിർവികാരത്തോടെ അവിടെ കിടക്കുമ്പോൾ ഞങ്ങൾ ഓരോരുത്തരും പരസ്പരം പറഞ്ഞ്, ഡേയ് നീ കമന്ന് കിടന്ന് ഗണപതിയെ വിളിച്ചാണോ അല്ലേ രക്ഷപ്പെടാൻ വേണ്ടി? അപ്പം ഞാൻ ചിരിച്ചു. അപ്പം മറ്റുള്ളവർ പറഞ്ഞ്, പിന്നെ രക്ഷപ്പെടാതെ? പക്ഷെ ആ നാടകമെങ്കിലും ഇത്രയും ദിവസത്തെ റിഹേഴ്സലും കാര്യങ്ങളൊക്കെ നടത്തിയ നാടകമെങ്കിലും നടത്താമായിരുന്നു. ഞാൻ പറഞ്ഞു, ഇത് കഴിഞ്ഞിട്ടല്ലേ നാടകം. പക്ഷേ ഉണ്ണികൃഷ്ണൻ ചെയ്തത് ഒരു വലിയ തെറ്റായിപ്പോയി എന്ന് ഒരാൾ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അവരുടെ ഭാഗത്ത് നമ്മൾ തെറ്റ് പറയരുത്. നമ്മൾ പറഞ്ഞുറപ്പിച്ച തുക കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അപ്പോൾ തെറ്റ് നമ്മുടെ ഭാഗത്താണ്. നമുക്കത് കൊടുക്കാൻ കഴിഞ്ഞില്ല, അത് വേറൊരു വശം. പക്ഷേ എങ്കിലും നമ്മുടെ എല്ലാ മാനസികാവസ്ഥ കണ്ട് അദ്ദേഹത്തിന് കഥ പറയാമായിരുന്നു എന്ന് എല്ലാവർക്കും തോന്നി. എല്ലാവരുടെയും മനസ്സും വിങ്ങിപ്പൊട്ടുന്ന ഒരു രീതിയായിരുന്നു. പിറ്റേന്ന് ഞങ്ങൾ 3-4 പേർ ചേർന്ന് ശ്രീ ഉണ്ണികൃഷ്ണൻ്റെ റൂമിൽ ചെന്ന് ബാക്കി തുകയും കൊടുത്തപ്പോൾ, വേണ്ട, ഈ കാശ് വേണ്ട, സാരമില്ല, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. നമ്മൾ അത് ശരിയല്ല, നമ്മൾ പറഞ്ഞുറപ്പിച്ചതും നമ്മൾ പറഞ്ഞതുമായിട്ടുള്ള തുക താങ്കൾ വാങ്ങിച്ചേ പറ്റൂ. ഞാൻ വേണ്ടാതെ പറഞ്ഞില്ലേ. ഞാൻ പറഞ്ഞു, അതല്ല അതിൻ്റെ ശരി, അതല്ലല്ലോ അതിൻ്റെ ശരി എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ മുറിയിലെ മേശപ്പുറത്ത് ഈ കാശ് വെച്ച് ഒരക്ഷരം പോലും ഇടിയാടാതെ ഞങ്ങൾ പോയവർ 3 പേർ അതിൻ്റെ ഗോവണി ഇറങ്ങി താഴെ വന്ന് നിന്ന് മുകളിലോട്ട് നോക്കിയപ്പോൾ ഇദ്ദേഹം അവിടെ നിന്ന് ഞങ്ങളെ വളരെ വിഷമത്തോടെ നോക്കുന്നൊരു സീനാണ് ഞാൻ ലാസ്റ്റിൽ അദ്ദേഹത്തെ കാണുന്നത്. അതിനുശേഷം ഞങ്ങൾ കണ്ടിട്ടേയില്ല. കാലം എത്രയോ കടന്നുപോയി. അദ്ദേഹത്തെക്കുറിച്ച് വളരെ വിശദമായ ഒരു ബ്രീഫ് ഇതിൽ ഞാൻ ചേർത്തിട്ടുണ്ട്. കലാകാരൻ തന്നെയാണ്. നമ്മുടെ തെറ്റിനെ നമ്മൾ ന്യായീകരിക്കാൻ നിൽക്കരുത്. പറയുന്നതും നമ്മുടെ വാക്കുകൾ പ്രവർത്തിക്കുന്നതും എല്ലാം ഒന്നുപോലെയാവണം. അവിടെ ആരെക്കുറിച്ചും നമ്മൾ മോശമായി കാണരുത്. തെറ്റ് നമ്മുടെ ഭാഗത്താണ്. എങ്കിലും ഒരു വിട്ടുവീഴ്ച മനോഭാവം ഉണ്ടായിരുന്നുവെങ്കിൽ, അന്ന് ആ കഥ അവിടെ അവതരിപ്പിച്ചിരുന്നുവെങ്കിൽ അത് നമ്മുടെ സന്തോഷത്തിൻ്റെ ഒരു വെന്നിക്കൊടി പാർച്ച പോലെയായിരുന്നു. പക്ഷേ മനസ്സിനെ വേദനിപ്പിച്ച ആ ഒരു അനുഭവം നമ്മൾ ഓരോരുത്തരും, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഓരോരുത്തരിലും ഉണ്ടാക്കിയ വിഷമങ്ങൾ വളരെ വലുതാണ്. എന്തോ നമ്മുടെ ഭാഗ്യം കൊണ്ടോ ദൈവഭാഗ്യം കൊണ്ടോ നാട്ടുകാർ ആരും നമ്മളെ കൈകാര്യം ചെയ്തില്ല. വളരെ വിഷമത്തോടു കൂടി തന്നെ പറഞ്ഞു, മഴ കാരണം എങ്ങനെ നമുക്ക് പരിപാടി അവതരിപ്പിക്കാൻ കഴിയും? ഇത്രയും കാലമില്ലാണ്ടൊരു മഴ, പറയാതിരിക്കാൻ വയ്യ എന്നുള്ള പലരുടെ കമൻറ്റുകൾ കേട്ടപ്പോഴും ഞാൻ ചെന്ന് നമ്മുടെ അമ്പലത്തിലെ ഗണപതിയോട് പറഞ്ഞു, ദൈവമേ എന്നെ കാത്തു രക്ഷിച്ചു. എന്നുവെച്ചാൽ ആൾക്കാർ നമ്മളെ അടുത്ത് കൈകാര്യം ചെയ്യണതിന് മുമ്പ് തന്നെ ഇങ്ങനെയൊന്നും സംഭവിച്ചില്ലായിരുന്നു എങ്കിൽ മറ്റൊന്നും സംഭവിക്കില്ല. പക്ഷേ നമ്മുടെ സമൂഹത്തിൻ്റെ മുന്നിൽ, മറ്റുള്ളവരുടെ മുന്നിൽ നമ്മളുടെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒന്ന് ചുരുങ്ങിപ്പോവില്ലേ എന്ന് തോന്നിപ്പോയി. പക്ഷേ അദ്ദേഹം ഒരു വലിയ കലാകാരനാണ്, സംശയലേശം ഞാൻ പറയാം. എനിക്ക് അദ്ദേഹത്തോട് വെറുപ്പും വിദ്വേഷവും ഒന്നുമില്ല ഇത് പറയുമ്പോൾ. ഈ ലോകത്തു നിന്നും
കടന്നു പോയിട്ട് ഒരു വർഷമേ ആകുന്നുള്ളൂ. എങ്കിലും അദ്ദേഹത്തിന് അന്ന് കഥ പറയാമായിരുന്നു എന്ന് ഇപ്പോഴും എൻ്റെ മനസ്സ് പറയുന്നു. ആ വലിയ കലാകാരൻ്റെ ഒരുപാട് പ്രോഗ്രാമുകൾ, ഒരുപാട് കഥാപ്രസംഗങ്ങൾ പല സ്ഥലങ്ങളിലും ചിറയൻകീഴിലും വഞ്ചിയൂരിലും ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു തികഞ്ഞ കലാകാരൻ തന്നെയാണ്. അദ്ദേഹത്തെക്കുറിച്ച് വിശദമായിട്ട് ഞാനിതിൽ എഴുതി ചേർത്തിട്ടുണ്ട്. 1953 തിരുവനന്തപുരത്ത് ജനിച്ചു. അദ്ദേഹം വർക്കല SN കോളേജിൽ പഠിക്കുമ്പോഴാണ് കഥാപ്രസംഗ രംഗത്തേക്ക് വരുന്നത്. സർവശ്രീ സാംബശിവൻ, കെടാമംഗലം സദാനന്ദൻ എന്നിവരുടെ ഒരുപാട് കഥകൾ കേട്ടും കണ്ടും ആണ് അദ്ദേഹം വളർന്നത്. മണമ്പൂർ D രാധാകൃഷ്ണൻ്റെ ശിഷ്യത്വം സ്വീകരിച്ച് അദ്ദേഹം കഥാപ്രസംഗ രംഗത്ത് വെന്നിക്കൊടി തന്നെ പാർച്ചു എന്ന് വേണം പറയാൻ. 1973 കുത്തം മിനാർ എന്ന കഥ അവതരിപ്പിച്ചു. ഉണ്ട് കഥാപ്രസംഗ രംഗത്തേക്ക് കാലൂന്നി 5 പതിറ്റാണ്ട് അദ്ദേഹം ഈ രംഗത്ത് നിറഞ്ഞു നിന്നു. രക്തപുഷ്പം, മൗനവാന പക്ഷി, കർക്കടക പെയ്ത്ത്, ഭാരതീയൻ, അങ്ങനെ നിരവധി കഥകൾ അദ്ദേഹം വേദിയിൽ അവതരിപ്പിക്കുകയുണ്ടായി. 2025 മാർച്ച് 22 72-ാം വയസ്സിൽ അദ്ദേഹം ഈ ലോകത്തോട് വിടവാങ്ങി. കലാകാരൻ എപ്പോഴും മനുഷ്യ മനസ്സിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഒരു പ്രക്രിയയാണ്. അതാണ് അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ കരുത്ത്. അദ്ദേഹത്തെക്കുറിച്ച് മോശമായി ഒന്നും ഞാൻ പറഞ്ഞില്ല. അദ്ദേഹം മികച്ച ഒരു കാഥികൻ തന്നെയാണ്. നിരവധി കഥകൾ ഞാൻ അദ്ദേഹത്തിൻ്റെതായി കേട്ടിട്ടുണ്ട്. പക്ഷേ ഒരു സമൂഹത്തിലെ ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ മനോവ്യഥ അദ്ദേഹത്തിന് ഉള്ളുകൊണ്ട് കാണാൻ കഴിയണമായിരുന്നു എന്നാണ് എൻ്റെ പക്ഷം. എങ്കിലും തെറ്റ് ഞങ്ങളുടെ ഭാഗത്താണ്. കാലം എത്രയോ കടന്നു പോയിരിക്കുന്നു. കഥാപ്രസംഗ ലോകത്ത് അദ്വിതീയമായ ഒരു സ്ഥാനം വഹിച്ച അദ്ദേഹത്തിന് കേരള സർക്കാരിൻ്റെയും നിരവധി അവാർഡുകൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. കാലത്തിൻ്റെ കയ്യൊപ്പ് പതിപ്പിച്ച ആ വലിയ കലാകാരനെ ഓർത്തുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.